إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പിരിശത്തെ സഹോദര സഹോദരിമാരെ, വിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ വളരെ വേഗത്തിൽ നമ്മിലൂടെ കടന്നു പോവുകയും ആ നാളുകൾ നമ്മിൽ നിന്ന് വേറിട്ട് കൊണ്ടിരിക്കുകയുമാണ്. ഈ സന്ദർഭത്തിൽ റമദാനിൻ്റെ ഏറെ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള അവസാനത്തെ 10 നാളുകളിലേക്കാണ് നാം പ്രവേശിക്കാനിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും ഒരാത്മവിചാരണ, ആത്മവിചിന്തനം, ഒരു മുഹാസബത്തു നഫ്സ് ആവശ്യമാണ്. താൻ എന്ത് ചെയ്തു, എന്താണ് ഈ ഓഫർ ലഭിച്ചിട്ട് ഞാൻ അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ എന്ത് ഞാൻ ചെയ്തു എന്നുള്ള ചോദ്യം സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. നമുക്കൊക്കെ വളരെ ഈസിയാണ് നോമ്പിൻ്റെ നാളുകൾ, അത്രയൊന്നും അതിൻ്റെ ടയേർഡ്നെസ് നാം അറിയുന്നില്ല. എന്നാൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ എത്രയോ വിശ്വാസികൾ നോമ്പ് തുറക്കാൻ ഒരു ഇഫ്താറിന് വകയില്ലാതെ വിഷമിക്കുന്നവരും പ്രയാസപ്പെടുന്നവരുമായിക്കൊണ്ടുണ്ട്. അത്താഴം എന്ത് കഴിക്കണമെന്നറിയാതെ പട്ടിണി കിടക്കുന്നവരുമുണ്ട്. അവരെയൊക്കെ ഓർക്കാൻ വിശ്വാസികളെ നാം ഈ സന്ദർഭത്തിൽ തയ്യാറാവണം. എന്താണ് നാം ചെയ്തു വച്ചത് എന്ന് സ്വന്തത്തോട് ചോദിക്കുക. പിന്നെയാവാമെന്ന് ശൈത്താൻ നമ്മളോട് ചൊല്ലിക്കൊണ്ടേയിരിക്കും. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ പിശാചിന്റെ കാൽപ്പാടുകളെ ഫോളോ ചെയ്യരുത്. വമൻ യത്തബിഉ ഖുതുവാതി ശൈത്താൻ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഏതൊരാൾ ശൈത്താന്റെ ഫുട് സ്റ്റെപ്പിനെ, കാൽപ്പാടുകളെ പിന്തുടരുന്നുവോ അവൻ വേറെ മോശമായ ബടക്കായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളോട് കൽപ്പിക്കും. ഇല്ല, നിനക്ക് സാധ്യമല്ല, നന്നാവാൻ സാധ്യമല്ല, നിന്റെ ആദത്തുകൾ ഒഴിവാക്കാൻ, നിന്റെ ജീവിതത്തിൽ നിന്ന് അതിനെ വേറിട്ട് നിർത്താൻ നിനക്ക് സാധ്യമല്ല എന്ന് ശൈത്താൻ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ. അള്ളാന്റെ ഫദ്ലില്ലാതെ, അള്ളാന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ സഹോദരങ്ങളെ ഒരാൾക്കും പരിശുദ്ധി നേടാൻ, ശുദ്ധീകരിക്കാൻ, അവരുടെ ഖൽബിനെ ശുദ്ധീകരിക്കാൻ സാധ്യമല്ല. വലാകിൻ അല്ലാഹ യുസക്കി മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെയാണ് അവൻ അല്ലാഹു ശുദ്ധീകരിക്കുന്നത്, ക്ലീൻ ആക്കുന്നത്, പരിശുദ്ധിപ്പെടുത്തുന്നത്. വല്ലാഹു സമീഉൻ അലീം.
അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശൈത്താന്റെ വലയിൽ കുടുങ്ങി ശൈത്താന്റെ കെണിയിൽപ്പെട്ട് അള്ളാഹു നമുക്ക് നൽകിയ ഈ മഹത്തായ സമയം, ആയുസിന്റെ വിലപ്പെട്ട ഇനിയൊരു റമദാനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ എന്ന് ചൊല്ലാൻ നമുക്കാർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ശൈത്താനോടുള്ള ഒരു ജിഹാദ്, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വിശുദ്ധ ഖുർആൻ കൊണ്ട്, അള്ളാഹുവിന്റെ കലാം കൊണ്ട് ശൈത്താനോടുള്ള ഒരു ജിഹാദായിരിക്കട്ടെ ഇനിയുള്ള നാളുകൾ എന്ന് സ്വന്തത്തെ ബോധ്യപ്പെടുത്താനും റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ദുആ ചെയ്യാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ആതി നഫ്സി തഖ്വാഹാ, എൻ്റെ നഫ്സിന്, എൻ്റെ മനസ്സിന്, എൻ്റെ ഖൽബിന് അതിൻ്റെ സൂക്ഷ്മത, അതിൻ്റെ തഖ്വ, എല്ലാ രംഗത്തും അല്ലാഹ് നിഷിദ്ധമാക്കിയ, തനിക്ക് അനുവദിക്കപ്പെട്ടതല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരു തഖ്വ റബ്ബേ എനിക്ക് നീ പ്രദാനം ചെയ്യണേ. വസക്കിഹ, എൻ്റെ ഖൽബിനെ, എൻ്റെ നഫ്സിനെ നീ ശുദ്ധീകരിക്കണേ, ക്ലീൻ ചെയ്യണേ. അൻത ഖൈറു മൻ സക്കാഹ, റബ്ബേ നീയാണ് അതിനെ ശുദ്ധീകരിക്കാൻ, ക്ലീൻ ചെയ്യാൻ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ. അൻത വലിയുഹ വമൗലാഹ, എന്തേ കാരണം റബ്ബേ നിനക്കറിയാം എൻ്റെ ഖൽബിലുള്ളത്, നീയാണ് എൻ്റെ ഖൽബിന്റെ ഉടമസ്ഥൻ. ഞാൻ ഖൽബിൽ ഒളിപ്പിച്ചു വെച്ചതും ഞാൻ പുറത്തു ചൊല്ലുന്നതുമെല്ലാം അറിയുന്നവൻ റബ്ബേ നീയാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ നീ ഇഷ്ടപ്പെടാത്ത, നിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യവുമില്ലാത്ത വിധം എൻ്റെ ഖൽബിനെ നീ ശുദ്ധീകരിക്കണേ എന്ന് സഹോദരങ്ങളെ നമ്മൾ നിരന്തരമായി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. റബ്ബിന്റെ കൈകളിലാണ് നമ്മുടെ ഖൽബുകളുള്ളത്. അതുകൊണ്ട് റബ്ബ് ഉദ്ദേശിച്ചാൽ മാത്രമേ അതിനെ ശുദ്ധീകരിക്കാനും സംസ്കരിക്കാനും അതിനെ ക്ലീൻ ചെയ്തെടുക്കാനും സാധ്യമാവുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. നമ്മൾ കുറെ നിസ്കരിക്കുന്നുണ്ട്, കുറെ നോമ്പ് പിടിക്കുന്നുണ്ട്, സ്വതക്ക നൽകുന്നുണ്ട്, കുറെ ഖുർആൻ ഓതുന്നുണ്ട്, നന്മയൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഖൽബിലെ കറകൾ മായ്ക്കാൻ സാധ്യമല്ല. അതുകൊണ്ടൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാലല്ലാതെ. കാരണം അല്ലാഹു നോക്കുന്നത് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാദിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. നിങ്ങളുടെ ബോഡിയിലേക്കോ നിങ്ങളുടെ വർണ്ണത്തിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്, നിങ്ങളുടെ ഖൽബിലേക്കാണ്. എത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ നന്നാവണമെന്നും അള്ളാഹുവിൻ്റെ നരകം പേടിച്ചുകൊണ്ട് റബ്ബിൻ്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്നും ആ നീയത്തിനെ കുറിച്ച് കൃത്യമായി അറിയുന്നവൻ സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് ഖൽബിനെ ശുദ്ധമാക്കി അതിൻ്റെ നന്നാക്കി ഇഖ്ലാസോടെ നല്ല നീയത്തോടെ റബ്ബേ ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്ഖും മിനന്നാർ വലില്ലാഹി ഉതഖാഉ മിനന്നാർ എന്ന് ചൊല്ലിയല്ലോ. ഈ റമദാനിന്റെ ഓരോ രാത്രിയിലും അല്ലാഹ് അടിമകളെ മോചിപ്പിക്കുന്ന നരകത്തിൽ നിന്ന്. വദാലിക ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലുമുണ്ട്, റമദാൻ അവസാനിക്കുന്നത് വരെയുമുണ്ട്. അതിൽ റബ്ബേ എന്നെ ഉൾപ്പെടുത്തണേ, അല്ലാഹുവേ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉയരേണ്ടുന്ന സന്ദർഭങ്ങളാണ് സഹോദരങ്ങളെ നമുക്ക് മുമ്പിലെത്തിയിട്ടുള്ളത്. ഇനിയും നമ്മൾ അതിന് തയ്യാറായിട്ടില്ല എങ്കിൽ പലരും ഫസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പലർക്കും ആവേശം കെട്ടുപോയി. അവർക്ക് രാത്രി നമസ്കാരത്തിന് വരാൻ, തറാവീഹിന് വരാൻ, രാത്രിയെ ജീവിപ്പിക്കാനൊന്നും അവർ ടയേർഡായി പോയി. അവരെ സ്വഫുകളുടെ എണ്ണമൊക്കെ മസ്ജിദുകളിൽ കുറവായി പോയി. സഹോദരങ്ങളെ, അള്ളാഹുവിനറിയാം ആരാണ് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ച് നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കുന്നത് എന്ന്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നന്നാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ ഇനിയുള്ള നാളുകളിൽ ചെയ്തത് അതുപോലെ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതല്ല ഇനിയും നമ്മൾ മറ്റു കാര്യങ്ങളിൽ ബിസിയായി മാർക്കറ്റുകളിലും ഷോപ്പിങ്ങുകളിലുമായി കൊണ്ടാണ് ഈ വരും നാളുകളെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ, ഇനി സമയം കിട്ടില്ല, മരണമേ വരാനുള്ളൂ, അത് വന്നെത്തിയാൽ ഒന്ന് മടക്കി തരണേ എന്ന് പറയും. പക്ഷേ സാധ്യമല്ല. വൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബൽ അയഅതി അഹദകുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അതേ മരണം തൊണ്ടക്കുഴിയിലെത്തിയുമ്പോൾ അവൻ ആർക്കും നൽകാതെ എടുത്തു വെച്ച സ്വത്തും സമ്പാദ്യവുമല്ലേ ഞാൻ സ്വതക്ക നൽകിക്കോളാം, സൽക്കർമ്മങ്ങൾ ചെയ്യാമെന്ന് റബ്ബിനോട് റിക്വസ്റ്റ് ചെയ്തു നോക്കും. പക്ഷേ ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്, അവൻ മരണം വന്നെത്തുമ്പോൾ റബ്ബേ ഒരു മടക്കം, അല്ലെങ്കിൽ നരകത്തെ കൺമുന്നിൽ കാണുമ്പോൾ
സൂറത്തു സജദയിൽ നമ്മൾ കേൾക്കുന്നില്ലേ, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മുഖിനൂൻ. സഹോദരങ്ങളെ, ഒരു ചാൻസിന് കിട്ടുകയില്ല. അവിടെ എത്തിയാൽ മരണത്തിന് ശേഷം പിന്നെ ഒരു ചാൻസ് ഇല്ല. ഇപ്പൊ നമുക്ക് ഹയാത്തുണ്ട്. മരണം കഴിഞ്ഞ് നരകം കൺമുന്നിൽ കാണുമ്പോൾ റബ്ബേ ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഫർജിഅനാ ഞങ്ങളെ ഒന്ന് മടക്കണേ, ഒരു റിട്ടേൺ പോകാൻ ചാൻസ് നൽകണേ, നഅമൽ സ്വാലിഹ ഞങ്ങൾ സൽക്കർമ്മം ചെയ്തോളാം, ഞങ്ങളുടെ ടൈം ഞങ്ങൾ റബ്ബേ നിന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോളാം, ഞങ്ങൾ ദൃഢവിശ്വാസമുള്ളവരാകാം എന്ന് അവിടെ വെച്ച് വിലപിക്കും. സഹോദരങ്ങളെ, ആ ഒരു നഷ്ടം വരാതിരിക്കാൻ വലികുല്ലി ഉമ്മത്തിൻ അജൽ, ഓരോ ആളുകൾക്കും ഓരോ വിഭാഗത്തിനും ഒരു ടൈമുണ്ട്. ആ ടൈം എത്തിയാൽ ലാ യസ്തഖിറൂന സഅ വലാ യസ്തഖദിമൂൻ, ഒരു മിനിറ്റ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ആ ടൈമിൽ നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം വന്നെത്തുന്നതിന് മുമ്പായി നമുക്ക് ലഭിച്ച ഈ സമയം, ഈ ടൈം നമ്മൾ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. 80-90 വയസ്സുകാലം ജീവിച്ച ആളും ഇത് തന്നെയാണ് പറയുക, എന്നെ ഒന്ന് മടക്കിത്തരണം, ഞാൻ ചെയ്തോളാം എന്ന്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇനിയുള്ള 10 നാളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ശ്രേഷ്ഠത നൽകിയതായ അൽ അശറുൽ അവാഖിറു മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10നാണ് ഏറ്റവും മഹത്വമുള്ളത്. കഴിഞ്ഞുപോയ ആദ്യത്തെ 10ഉം അതിന്റെ മിഡിലെ 10നേക്കാളും ഏറെ ജാസ്തി സവാബുള്ളത് അവസാന 10കളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശറിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റു നാളുകളിൽ ഇല്ലാത്ത പരിശ്രമം ഇബാദത്തുകളുടെ വിഷയത്തിൽ അവസാനത്തെ 10ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ട്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശറുൽ അവാഖിർ, അവസാനത്തെ 10ലേക്ക് എൻട്രായാൽ ശബ്ദമിഅ്സറഹു, തൻ്റെ അരമുണ്ട് മുറുക്കിയെടുക്കുമെന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്ത് സംസർഗങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, വാഹിയാ ലൈലഹു വായിഖലാഹു ലഹു, വീട്ടുകാരെയെല്ലാം വിളിച്ചുണർത്തിക്കൊണ്ട് രാത്രിയെ ജീവിപ്പിക്കാറുണ്ട്, ഉറങ്ങാതെ രാത്രിയെ ഹയാത്താക്കാറുണ്ട്. ദിക്റിലും ദുആയിലും നിസ്കാരത്തിലും ഖുർആനോത്തിലുമായിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്ത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞുകൂടാറുണ്ടെന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സാധ്യമാകുന്ന ആളുകളൊക്കെ തന്നെയും 10 നാൾ, അവസാനത്തെ 10 നാൾ മസ്ജിദിൽ വന്നുകൊണ്ട് ആ റബ്ബിനെ മറ്റെല്ലാ ബിസിയിൽ നിന്നും ഒഴിവായിക്കൊണ്ട് റബ്ബിലേക്ക് തിരിഞ്ഞ് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് റബ്ബുമായി കൊണ്ടുള്ള ആത്മാർത്ഥമായ ബന്ധം, അതാണ് ഇഅ്തികാഫ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്തകിഫുൽ അശറൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹു അല്ലാഹു തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ മരിപ്പിക്കുന്നത് വരെയും എല്ലാ റമദാനിലെയും അവസാനത്തെ 10ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരിക്കാറുണ്ട്. എന്താ സഹോദരങ്ങളെ ഇഅ്തികാഫ്? അത് അള്ളാഹുമായി കൊണ്ട് ഒഴിഞ്ഞിരിക്കലാണ്. ഭജനമിരിക്കുക, ഒറ്റയ്ക്കിരിക്കുക, ജനങ്ങളുമായി സൃഷ്ടികളുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കി, കച്ചവടവും ബിസിനസ്സും മറ്റു എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കി റബ്ബിലേക്ക് മാത്രമായി കൊണ്ട് ഒഴിഞ്ഞിരിക്കുക. ജുമാ നടക്കുന്ന എല്ലാ മസ്ജിദുകളിൽ ആവാമെന്നാണ് ഉലമാക്കൾ അതിനെ സംബന്ധിച്ച് പറയുന്നത്. ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ പത്നിമാരും അവിടുത്തെ ഇണകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും മസ്ജിദുകളിൽ ഇഅ്തികാഫ് നിർവഹിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ മസ്ജിദിൽ വന്നിട്ടാണെങ്കിൽ അങ്ങനെ ഇഅ്തികാഫ് ഇരിക്കാൻ സാധിക്കുന്ന ആളുകൾ ആ ടൈം, വിലപ്പെട്ട സമയം ആ മസ്ജിദിൽ ചിലവഴിക്കുക. അതല്ലാത്ത ആളുകൾ വീടുകളിലാണെങ്കിൽ ഉറങ്ങാതെ മറ്റു ടൈം വേസ്റ്റ് ആക്കാതെ അവർ അഹ്യാ ലൈലഹു, രാത്രിയെ ജീവിപ്പിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ രാത്രികളാണ് സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് തന്നെ നമുക്കെല്ലാം സുപരിചിതമാണല്ലോ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നിശ്ചയമായും വിശുദ്ധ ഖുർആനിനെ നാം നാസിലാക്കിയിട്ടുള്ളത് ലൈലത്തുൽ ഖദറിലാണ്. അത് നിർണയത്തിന്റെ രാത്രി എന്നാണ്. എന്താ സഹോദരങ്ങളെ ഖദർ കൊണ്ട് ഉദ്ദേശിച്ചത്? ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ലൈലത്തുൽ ഖദർ എന്നത് സുമ്മിയത്ത് ലൈലത്തുൽ ഖദർ ലിവജ്ഹൈൻ, രണ്ടർത്ഥത്തിലാണ് ലൈലത്തുൽ ഖദർ, നിർണയത്തിന്റെ ഖദറിന്റെ രാത്രി എന്ന് പേര് കിട്ടിയത്. ഒന്ന് മിനൽ ഖദർ വഹുവ ശറഫ്, അതിന്റെ മഹത്വം, അതിന്റെ ശ്രേഷ്ഠത. മറ്റൊന്ന് ഒരു വർഷത്തെ കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നത് ഈ ലൈലത്തുൽ ഖദറിലാണ് എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു ഖൈർ നൽകാൻ,
ബറക്കത്ത് നൽകാൻ, ജീവിതത്തിൽ എല്ലാ നന്മയും നൽകാൻ, അള്ളാഹു നൽകിയ ഓഫറിനെ സ്വീകരിക്കാൻ. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നിങ്ങൾക്ക് എന്തറിയാം ലൈലത്തുൽ ഖദറിനെ കുറിച്ച്? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാണ് ഈ ലൈലത്തുൽ ഖദർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാഹ് പറയുന്നു, അമലുഹാ വസിയാമുഹാ വഖിയാമുഹാ ഖൈറും മിൻ അൽഫി ഷഹർ. ഈ 10 നാളുകളിൽ, ഈ 10 രാത്രികളിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ, നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സദഖയാവട്ടെ, രാത്രി നിസ്കാരമാവട്ടെ, ഖുർആൻ പാരായണമാവട്ടെ, ഏതൊരു നന്മയും 1000 മാസം നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഖൈറാണ് എന്നതാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ അമലു ഫീ ലൈലത്തിൽ ഖദ്രി വസ്സദഖ വസ്സലാത്തു വസ്സകാത്ത് അഫ്ളലു മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങൾ നമ്മൾ ചെയ്യുന്ന അമലുകളെക്കാളും സ്വതക്കകളും ദാനധർമ്മങ്ങളും നിസ്കാരവും മറ്റു എല്ലാ അമലുകളും ശ്രേഷ്ഠമാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തീരുമാനിക്കുക, ഇനിയും ഇതാ ഒരു നാൾ നമുക്ക് അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കാനുണ്ട്. നല്ല ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് നല്ലൊരു തീരുമാനത്തോടു കൂടി എല്ലാ ഫദലും 1000 മാസങ്ങൾ കിട്ടുന്ന സഹോദരങ്ങൾ, ഒരു മനുഷ്യൻ ഒരു പുരുഷായുസ് ജീവിതം മുഴുവൻ 80 വർഷക്കാലം അമൽ ചെയ്താൽ, സൽക്കർമ്മം ചെയ്താൽ കിട്ടുന്നത്ര സവാബാണ് ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുന്നത്. മുമ്പുള്ള ഉമ്മത്തുകളൊക്കെ 1000 വർഷം 900 വർഷം അതിനേക്കാൾ ഏറെയൊക്കെ ജീവിച്ച സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 വസബഈൻ 60-70 വർഷക്കാലമേ ഇവിടെ ഗ്യാരണ്ടിയുള്ളൂ. എന്നാൽ അതിനിടയ്ക്ക് ഒരു 80 വർഷം ഫുള്ളായി ഇബാദത്ത് ചെയ്ത, അതല്ലെങ്കിൽ മുൻ തലമുറ ചെയ്ത അത്രയും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ഓഫറാണ് അള്ളാഹു നൽകിയത്. 1000 മാസം എന്ന് പറഞ്ഞാൽ ഒരു 19 വർഷക്കാലം ഫുള്ളായിട്ട് വേറൊരു സൊറയുമില്ല, അമലു സ്വാലിഹാത്തുകൾ മാത്രം ചെയ്ത സവാബ് കിട്ടുമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സഹോദരങ്ങൾ. അതുകൊണ്ട് അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ഓഫർ വന്നു എന്ന് നമ്മൾ കേട്ടാൽ അത് നമ്മൾ മിസ്സാക്കുകയില്ല. അതെ, ഓഫർ ഉണ്ടെങ്കിൽ ഓഫർ നോക്കിയിട്ട് അതെടുക്കും, കാരണം കുറച്ച് ചീപ്പ് റേറ്റിന് കിട്ടുമല്ലോ. സഹോദരങ്ങളെ, ഇത് അള്ളാഹ് നമുക്ക് നൽകിയ വലിയ ഓഫറാണ്. അടുത്തൊരു ചാൻസ് നമുക്ക് കിട്ടുമെന്ന് സാധ്യമല്ല ചൊല്ലാൻ ഒരാൾക്കും. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്, എവിടെ വെച്ച് എപ്പോൾ മരിക്കുമെന്ന് പറയാൻ സാധ്യമല്ല. ഒരു ഗ്യാരണ്ടിയും നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സമയം നമുക്ക് കിട്ടിയാൽ അത് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി, റബ്ബിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ, റബ്ബുമായി കൊണ്ടൊഴിഞ്ഞിരിക്കാൻ, ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളും പാപങ്ങളും റബ്ബിനോട് ഏറ്റുപറയാനും, റബ്ബിന്റെ തൃപ്തി നേടാനും, റബ്ബിന്റെ റിള കിട്ടാനും, ഫദ്ല് കിട്ടാനും, റഹ്മത്ത് കിട്ടാനും ആത്മാർത്ഥമായി സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ സ്വർഗത്തിലേക്ക് എത്താൻ സാധ്യമാവുകയുള്ളൂ. ഇത്രയും നമുക്ക് അല്ലാഹു ആയുസ് നൽകിയിട്ടും ഓഫർ നൽകിയിട്ടും നമ്മൾ മുഖം തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ അത്ര സുഖമുണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. കഷ്ടതയായിരിക്കും. എത്ര തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചാലും അത് കൂടിച്ചേരുകയില്ല. എല്ലാം അറ്റുപോകുന്ന ഒരവസ്ഥയായിരിക്കും സഹോദരങ്ങളെ. അള്ളാന്റെ ബർക്കത്തില്ലാതെ, അള്ളാന്റെ കാരുണ്യമില്ലാതെ, അള്ളാഹ് ഉദ്ദേശിക്കാതെ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെയാണ് അള്ളാഹു തസ്കിയത്ത് നൽകുന്നത്, അള്ളാഹ് ശുദ്ധീകരിക്കുന്നത്, ഖൽബുകളെ നന്നാക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നാളുകള് അത്രയും പുണ്യമുള്ളതാണ്. ഉലമാക്കള് ഹദീസുകളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മലായികത തിൽക്കൽ ലൈല അക്തറു ഫിൽ അർളി മിൻ അദദിൽ ഹസാ. അതേ, ഭൂമിയിലെ ചരൽക്കല്ലുകളെക്കാൾ ഏറെ മലക്കുകൾ തനസ്സലുൽ മലായികതു വറൂഹു ഫിഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അല്ലാഹുവിന്റെ കൽപ്പനയുമായി, അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തുമായി, പാപമോചനവുമായി മലക്കുകൾ ഇറങ്ങുന്നതാണ്. അതേ, ഭൂമി നിറയെ മലക്കുകളെ കൊണ്ട് നിറയുന്ന ഒരു രാത്രിയാണ്. ഏതാണ് ആ രാത്രി എന്ന് സ്പെസിഫിക്കായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് തഹറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തഹറു ലൈലത്തുൽ ഖദരി ഫിൽ അശരിൽ അവാഖിർ മിൻ റമളാൻ. ലാസ്റ്റ് 10 നാളിൽ നിങ്ങൾ അതിനെ കാത്തിരിക്കുക, അതിനെ പ്രതീക്ഷിക്കുക, അതിനെ നിങ്ങൾ തേടുക. തേടുക എന്ന് പറഞ്ഞാൽ ഒരാൾ വരാനുണ്ട്, ഇങ്ങനെ കാത്തിരിക്കുക. അതേപോലെ ഏത് രാത്രിയാണ് ആ മലക്കുകൾ ഇറങ്ങുന്നത്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ഫദ്ലും എല്ലാം ആയുസ് മുഴുവനും നൽകുന്നത്. ഒരാൾക്കത് കിട്ടിയോ പിന്നെ മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ. ഒരാൾക്കത് റമളാനിൽ ഹയാത്ത് ഉണ്ടായിട്ട് അത് കിട്ടിയില്ലേ, അതവന് തടയപ്പെട്ടുവോ, ബാക്കി എല്ലാ നന്മയും ലൈഫിൽ അവന് ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല, എല്ലാം തടയപ്പെട്ടു. എന്നാൽ അത് കിട്ടിയോ,
പിന്നെ മറ്റൊന്നിനേക്കാളും എല്ലാ കാര്യങ്ങളെക്കാളും സഹോദരങ്ങളെ നമുക്ക് വലിയ സമ്പാദ്യമായിട്ടുള്ളത് ലൈലത്തുൽ ഖദറിൽ അള്ളാഹ് കബൂലാക്കുന്ന അവസ്ഥയിൽ നമുക്ക് അള്ളാഹിൻ്റെ തൃപ്തി നേടാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി, തഹറൗ ലൈലത്തുൽ ഖദർ ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ. അവസാനത്തെ 10 ഒറ്റയായിക്കൊണ്ടുള്ള രാത്രിയിൽ 21, 23, 25, 27, 29 ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് കാണാൻ സാധിക്കും. അവസാന രാത്രിയിലും 30 നോമ്പ് കിട്ടുമെങ്കിൽ ആ അവസാനം വരെയും നിങ്ങൾ അതിനെ തേടണം, റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കണം റബ്ബേ, അതിൽ ഉൾപ്പെടാൻ വേണ്ടി സൽക്കർമ്മങ്ങളുമായി. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. എന്താ ചെയ്യാനുള്ളത്? നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നതും അല്ലാത്തതുമായ എല്ലാ ഇബാദത്തും, ദുആയും സ്വദഖയും നിസ്കാരവും നോമ്പും ഖുർആൻ ഓതുന്നതും ദിക്റുകളും മറ്റെന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് രാത്രി സമയങ്ങൾ ഉറങ്ങാതെ ഹയാത്താക്കുക എന്നുള്ളതാണ്. അവിടെ പ്രധാനം നമ്മുടെ നിയ്യത്തും നമ്മുടെ ഖൽബിലെ ഉദ്ദേശമാണ്. നിസ്കരിക്കാൻ കുറേ ആളുകൾ വരുന്നുണ്ട് മസ്ജിദിൽ, പക്ഷേ എന്താ ഈ പറയപ്പെട്ട ഉദ്ദേശമല്ല. മൻ ഖാമ റമളാന ഈമാന വഹ്തിസാബയല്ല, മൻ സ്വാമ റമളാന ഈമാന വഹ്തിസാബ്, മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാന വഹ്തിസാബ എന്നല്ല. ആ ഹദീസ് കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാക്കിയില്ല. ഏതായാലും എല്ലാവരും റമളാനല്ലേ പോകുന്നുണ്ട്, ഞാനും പോയിട്ടോ ഈമാനുമില്ല ഇഹ്തിസാബുമില്ല, വന്നിട്ട് അങ്ങനെ നടക്കുക. ഇതാ നിസ്കാരം തറാവീഹിന് വന്നിട്ട് നിസ്കരിക്കാൻ വന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു മണിക്കൂർ അള്ളാഹിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒന്നൊരു ഖുശൂവോടുകൂടി നിൽക്കാനുള്ള സ്വബറില്ലെങ്കിൽ സഹോദരങ്ങളെ പിന്നെന്താ, അപ്പോഴേക്ക് 4 വട്ടം മൂത്രയിക്കാൻ പോയി, പിന്നെ അങ്ങനെ ആളുകളെ കണ്ടാൽ വളരെ ഷെയ്മാവുന്ന രൂപത്തിൽ. അതല്ല ഈമാന വഹ്തിസാബൻ. അവന് ഖൽബിന് ഉറപ്പുണ്ടോ, ഈമാനുണ്ടോ എങ്കിൽ അവിടെ നിന്ന് എത്ര സമയം നിന്നാലും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ചില ഉഷാറില്ലാത്ത ആൾക്കാരുണ്ട്, അവർക്ക് എല്ലാ വിഷയം. നോർമലി നല്ല തണ്ടും തടിയും ആരോഗ്യമുള്ള ആൾക്കാർ, ചെറുപ്പക്കാർ ഒരു നിസ്കരിക്കാൻ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാതെ, ഇതല്ല വേണ്ടത്. മറ്റൊരു കാര്യം പേരൻസും ശ്രദ്ധിക്കേണ്ടത്, മക്കളെയൊക്കെ കൊണ്ടുവരുമ്പോൾ അടുത്തിരുത്തിയിട്ട് നിസ്കാരം പഠിപ്പിക്കുക, അവർ നിൽക്കട്ടെ, അങ്ങനെ അഭ്യസിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ പള്ളിയിൽ പോകാന്ന് പറഞ്ഞ് ഇങ്ങനെ പിന്നെ അഴിച്ചുവിടുകയല്ല വേണ്ടത്. അത് ശരിയല്ല, അതൊരു അദബ് കേടാണ്. ഉലമാക്കളൊക്കെ ഈ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് 7 വയസ്സിന് താഴെയുള്ള മക്കള് പിന്നെ കൊണ്ടുവരണമെന്ന് നിർബന്ധമല്ല. നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി 7 വയസ്സായാൽ കൊണ്ടുവരുന്നെങ്കിൽ അടുത്ത് നിർത്തുക, അതിൽ കളിക്കാൻ വിടില്ല, അടുത്ത് നിർത്തിയിട്ട് ഡിസിപ്ലിനിൽ ബാക്കിയുള്ള നിസ്കരിക്കുന്ന ആളുകൾക്ക് പോലും അത് ഡിസ്റ്റർബ് ആകുത്തീര എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാന്ദർഭികമായി അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. സഹോദരങ്ങളെ, നമ്മൾ ഈ അവസാനത്തെ 10 വന്ന് അതും തന്നെ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് നിർവഹിച്ചത്? പ്രത്യേകമായി ചിരിച്ച് കളിച്ച്, നമുക്ക് ഇന്ന് ഈ മൊബൈൽ ഉള്ളതുകൊണ്ട് ആളുകൾ സംസാരിച്ച് ചിരിച്ച് കളിച്ച് വേറെ പള്ളിയിൽ വന്നുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ നോക്കിയിട്ട് വെറുതെ ടൈം വേസ്റ്റ് ആക്കി. ഇതാ ഇഅ്തികാഫ്? ഇതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇഅ്തികാഫ്. അവർ പ്രത്യേകമായി ഓരോ ടെന്റുകൾ ഉണ്ടാക്കിയിട്ട് മസ്ജിദിൽ തന്നെ ദിക്റുകളിലും ദുആയിലും ഖുർആൻ ഓതിയിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി റബ്ബിനോട് ദുആ ചെയ്ത് മസ്ജിദിന്റെ ഓരങ്ങളിൽ അവർ ഇരിക്കാറുണ്ടായിരുന്നു എന്നാണ് ഇഅ്തികാഫിന്റെ വിഷയത്തിൽ സ്വഹാബികൾ ചെയ്തത്. നമ്മൾ ചെയ്യുന്ന പോലെയല്ല. നിസ്കരിക്കുക, ജമാഅത്തായിട്ട് നിസ്കരിക്കുക, ഒറ്റക്ക് നിസ്കരിക്കുക, ദിക്ർ ചൊല്ലുക, ഖുർആൻ ഓതുക, എന്ത് ഇബാദത്ത് നിങ്ങൾ ചെയ്തോ പ്രത്യേകമായി കൊണ്ടൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എല്ലാം ചെയ്യാം, പക്ഷേ അതിൻ്റെ ഒരു ഇസ്സത്ത്, അതിൻ്റെ ഒരു റെസ്പെക്റ്റ് നൽകിക്കൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ കളിയും തമാശയുമായി കൊണ്ട് കഴിയാനല്ല ഇഅ്തികാഫ്. അല്ലാത്ത ആളുകൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കാം. മസ്ജിദ് എന്ന് പറഞ്ഞാൽ അതിനൊരു അദബുണ്ടല്ലോ, അത് ഞാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ആയിഷ റളിയല്ലാഹു തആല എന്നെ ചോദിക്കുന്നുണ്ട്, അല്ല റസൂലേ, യാ റസൂലല്ലാഹ്, അറഅയ്ത ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദ്ർ മാ അദു, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന നാളുകളിൽ ഞാൻ എന്താണ് റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. യാ ആയിഷ തഖൂലീൻ, നിങ്ങൾ ചൊല്ലണം, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാഫാക്കുന്നവനാണ്, പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. ചെയ്തു പോയ തെറ്റുകളും തിന്മകളും പാപങ്ങളുമെല്ലാം കഴുകിക്കളഞ്ഞ് ആരുടെ മുമ്പിലും വഷളാക്കാതെ ഷെയ്മാക്കാതെ അള്ളാഹു മറച്ചു വെക്കുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവൻ, അല്ലാഹുവേ നീ മാഫാക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, അങ്ങനെ മാഫാക്കി കൊടുക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, എനിക്ക് നീ അഫു നൽകണേ, എനിക്ക് മാഫാക്കണേ എൻ്റെ തെറ്റുകൾ എന്ന പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ചൊല്ലാറുണ്ടായിരുന്നത്. അത് നമ്മൾ ചൊല്ലുക. അല്ലാഹുമ്മ ഇന്നക അഫുവൻ. ഇമാം തിർമിദി റഹിമഹുല്ലാ അതിലെ ഒരു സിയാദത്ത് കാണാം. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അതിനെക്കുറിച്ച് പറഞ്ഞത് ലാ അസ്ല ലഹ, അങ്ങനെ അതിനൊരു അസ്ലില്ല. എന്താ?
ഇന്നക അഫൂവുൻ കരീമുൻ എന്നവിടെ പ്രത്യേകമായിട്ട് കാണാം. പക്ഷേ സ്വഹീഹായ ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടില്ല. അല്ലാഹു ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി അത്രയേ വന്നിട്ടുള്ളൂ. അഫൂവൻ കരീമുൻ എന്നില്ല. അള്ളാഹു അപ്പോൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതേപോലെ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്ന് സഹോദരങ്ങൾ. അതുകൊണ്ട് ആ നാളുകൾ, ഇനി വരാനിരിക്കുന്ന 10 നാളുകൾ ഏറെ ഇഖ്ലാസോടെ, ഏറെ പ്രതീക്ഷയോടെ അള്ളാഹു നൽകുന്നതായ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഹത്താ തത്ലഉൽ ഫജ്ർ, അത് പിന്നെ ഫജ്ർ വരെ, ഫജ്ർ ഉദിക്കുന്നത് വരെ, അതാണ് രാത്രി ഉറങ്ങാതെ ഫജ്ർ നിസ്കരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മസ്ജിദിലും ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിന് സൗകര്യമുണ്ടായിരിക്കും. അതിനുള്ള സഹൂർ, അത്താഴം, നോമ്പ് തുറക്കാനൊക്കെയുള്ള സൗകര്യം ഇവിടെ ഉണ്ടാവും. വന്നിട്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ 10 നാള് അവർക്ക് ഇഅ്തികാഫ് നിർവഹിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പിടിക്കപ്പെട്ട, അതായത് റൂഹ് പിടിക്കപ്പെട്ട തൻ്റെ അവസാനത്തെ റമദാനിൽ 20 നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നു എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ടൈം അത് നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നാം ചിലവഴിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, പ്രത്യേകമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുന്നത് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്നാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ നിന്നാണ്. അതിനെന്ത് വേണം? നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുക, തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തപ്പുകൾ, തിന്മകൾ, പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറയും. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹു എന്ന, തൗബ ചെയ്തവൻ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചവൻ തപ്പാക്കാത്തവനെ പോലെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ എന്തെന്ത് പാപങ്ങൾ ചെയ്തു പോയിരുന്നാലും ശരി, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ ഹോപ്പില്ലാതെ ആവേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്. മൻ ലഖിയനി ബിഖുറാബിൽ അർദി ഖതായ, ഭൂമിയോളം പാപങ്ങൾ ചെയ്ത് അവൻ എന്നെ കണ്ടുമുട്ടിയാലും ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, എന്നിൽ ശിർക്ക് വെക്കാതെ, അള്ളാഹ് എന്ന് വിളിക്കേണ്ടതിന് പകരം ബദരീങ്ങളെ, മമ്പറത്ത് തങ്ങളെ, ഉള്ളാളത്തെ തങ്ങളെ, ഏതെങ്കിലും ദർഗയിലെയോ ശൈഖുമാരെയോ മഹാന്മാരെയോ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവനാണെങ്കിൽ അവനെ 1000 വർഷമല്ല എത്ര ലൈലത്തുൽ ഖദ്ർ കിട്ടിയാലും അവന് യാതൊരു ഫായിദയുമില്ല. കാരണം എന്താ? ആദ്യം ഉണ്ടാവേണ്ടത് തൗഹീദാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്. തൗഹീദില്ലാത്തവന്റെ അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്ത് തിന്മകൾ വന്നിട്ടുണ്ടോ റബ്ബിനോട് ഏറ്റു പറയുക. വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക, റബ്ബിനെല്ലാം സമർപ്പിക്കുക. ജീവിതത്തിൽ വന്നുപോയ തിന്മകൾ ഇനി അതിലേക്ക് മടങ്ങുകയില്ല എന്ന ഉറച്ച തീരുമാനവും ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് തൗബ ചെയ്യേണ്ടത്. അതല്ല നന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതേപോലെ തപ്പുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ളവരുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ചെറിയ തപ്പ് സംഭവിച്ചപ്പോഴാണ് മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവിയും ദുആ ചെയ്തത്. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, റബ്ബേ ഞങ്ങൾ സ്വന്തത്തോട് അക്രമം ചെയ്തു, നീ മാഫാക്കിയിട്ടില്ലെങ്കിൽ, ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. സഹോദരങ്ങളെ, മറ്റൊരു കാര്യം, അള്ള നമുക്ക് പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ, അള്ള നമുക്ക് മാഫാക്കണമെങ്കിൽ നമ്മളോട് തിന്മ ചെയ്ത, നമ്മളോട് അക്രമം ചെയ്ത പല ആളുകളും ഉണ്ടാവും, അവർക്ക് നമ്മൾ മാഫ് കൊടുക്കണം. അതല്ലാതെ ബന്ധങ്ങൾ നന്നാക്കാതെ, മനസ്സിൽ പകയും വിദ്വേഷവും ഒരാൾക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാതെ, അങ്ങനെ നോമ്പ് പിടിക്കുന്നവന്റെ നോമ്പും ദുആയും ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുകയില്ല. അത് തടയപ്പെടുമെന്ന് ഹദീസുകളിലുണ്ട്. പക വെക്കുക, വിദ്വേഷം വെക്കുക. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം ആ മജ്ലിസിലേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരാളാണ് കടന്നു വരുന്നത്. 2-3 ടൈം അങ്ങനെ ചൊല്ലി, അപ്പോഴൊക്കെ ഇയാൾ തന്നെയാണ് വന്നത്. അപ്പോൾ ഒരു സ്വഹാബി അന്വേഷിച്ചു, എന്തേ ഇയാൾ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ കാരണം? എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ കൂടെ പോയി താമസിച്ച് വീട്ടിൽ നിന്നും ഇല്ല, പ്രത്യേകമായിട്ട് അയാൾ
രാത്രിയിലൊന്നും ചെയ്യുന്നൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്ന പോലെയുള്ള ഇബാദത്തുകൾ തന്നെ. പിന്നെ ഇയാളോട് ചോദിച്ചു, എന്താ നിങ്ങൾ? അപ്പം അയാൾ പറയുന്നു, ഇങ്ങനെയായിരിക്കാം, ഒരു നാളും രാത്രിയായി ഉറങ്ങുന്ന സമയത്ത് എനിക്ക് അള്ളാഹിൻ്റെ സൃഷ്ടികളിൽ ഒരാളോടും എനിക്ക് ഒരു വിദ്വേഷവുമില്ല, ഒരു പകയില്ല, ഒരു ദേഷ്യവും എനിക്ക് ഇല്ല എന്നുള്ള ഒരു അരിസത്തിലും ഞാനില്ല എന്ന്. വഅഫു വസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾ മാഫാക്കി കൊടുക്കൂ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ. അള്ളാഹ് നിങ്ങൾക്ക് മാഫാക്കണമെങ്കിൽ നമ്മൾ ചൊല്ലുന്ന അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് റബ്ബിലേക്ക് ഉയരണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മളോട് അക്രമം ചെയ്യാതെ, നമ്മളോട് തെറ്റി നിൽക്കുന്ന, നമ്മളോട് മിണ്ടാതിരിക്കുന്ന ആളുകളോട് അങ്ങോട്ട് സലാം പറഞ്ഞ് അവരോട് മാഫാക്കി കൊടുത്തുകൊണ്ട് ഒരു നല്ല മനസ്സുമായി കൊണ്ട് ദുആ ചെയ്താലേ അള്ളാഹ് അത് ഖബൂലാക്കുകയുള്ളൂ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. റമദാനിൽ പോലും, വിശുദ്ധ റമദാനിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് പോലും സഹോദരങ്ങളെ, പകയും വിദ്വേഷവും വെച്ചിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്താ നമ്മുടെ അവസ്ഥയുള്ളത്? അതുകൊണ്ട് ഖൽബിനെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ നന്നാവണമെന്ന്, നമ്മൾ ശുദ്ധിയാക്കണമെന്ന് വിചാരിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൽബും ശുദ്ധീകരിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ട് നമ്മൾ എനിക്കാരോടും ഒരു പകയില്ല. കുടുംബങ്ങളോട്, ബന്ധുക്കളോട്, അയൽവാസികളോട്, കൂട്ടുകാരോട്, ഒരാളോടും. അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ ഉപദ്രവിച്ചുകൊണ്ട്, മാതാപിതാക്കൾക്കുള്ള ഹക്ക് നൽകാതെ, ഉമ്മയെയും ബാപ്പയെയും വേദനിപ്പിച്ചുകൊണ്ടാണ് ഇനി അവൻ റമദാനല്ല അവൻ്റെ ആയുസ് മുഴുവൻ ഇബാദത്ത് ചെയ്താലും അതും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യൻ എന്നുള്ള നിലക്ക് സ്വാഭാവികമായി തെറ്റുകൾ ഉണ്ടാവും. കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. മനുഷ്യന്മാരൊക്കെ തെറ്റുകാരാണ്, അമ്പിയാക്കൾ മാത്രമാണ് മാസൂമിങ്ങൾ. എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ, തപ്പാക്കുന്നവരിൽ ഖൈറായ ആളുകൾ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറു. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക, റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടുക. ഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. ഒരു നാളിൽ 100 തവണ ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടാറുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മളൊക്കെ എത്ര ചൊല്ലണം? നമ്മൾ എത്ര അസ്തഗ്ഫിറുല്ലാഹ് എന്ന് റബ്ബിനോട് ചൊല്ലി നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കും. അതുകൊണ്ട് ഈ ഒരു അവസരം പശ്ചാത്തപിച്ചു മടങ്ങാനും പാപങ്ങൾ പൊറുക്കപ്പെടാനും നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും നാളുകളാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കി ദുആ, ആത്മാർത്ഥമായ ദുആ, ഹദീസിൽ വന്ന ഒരു പ്രാർത്ഥന ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ. റബ്ബേ, ഞങ്ങളുടെ അന്ത്യം നന്നാക്കണേ. ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യത്തിലുമുള്ള എൻ്റെ അതാണ് നോക്കുന്നത്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളുടെ എൻഡാണ് നോക്കുന്നത്, സ്റ്റാർട്ടിങ്ങിലല്ല. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് എത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നതല്ല, റമദാൻ അവസാനിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സെവിടെയാണ്, നിങ്ങളുടെ അമലുകൾ എവിടെയാണ്, നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ എവിടെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. എന്തേ, എവിടെയാണ് ഇത് ചൊല്ലുന്നത്? ദീർഘമായൊരു സംഭവം. യുദ്ധക്കളത്തിലിതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നരകത്തേക്ക് പോകുന്ന ഒരാളെ നോക്കണോ? ഇതാ നോക്കിക്കോളൂ എന്ന്. അയാൾ അങ്ങനെ വീക്ഷിച്ചു. അയാൾ ശക്തമായി യുദ്ധം ചെയ്ത് മുന്നേറുകയാണ്. ആ സമയത്ത് അയാൾക്കൊരു ശക്തമായ വെട്ടേറ്റ് മുറിവ് സംഭവിച്ചു. പക്ഷെ അത് അയാൾക്ക് സഹിക്കാനായില്ല. തൻ്റെ തൽവാർക്ക് കുത്തി നിർത്തിക്കൊണ്ട് അതിൽ അയാൾ സൂയിസൈഡ് ചെയ്തു. നേരെ നരകത്തിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. നിങ്ങളുടെ കർമ്മങ്ങൾ നോക്കുന്നത് മരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ റമളാൻ വിട പറഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ഈമാനുണ്ട്, എത്ര ഇഹ്തിസാബുണ്ട്, എത്ര ഇഖ്ലാസ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മനസ്സ് അത് അവസാനത്തിലും ആ ഒരു ആവേശവും ആ ഒരു ശക്തമായ താല്പര്യത്തോടും കൂടി ഇബാദത്തുകൾ നിർവഹിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, നരകമോചനത്തിന് വേണ്ടിയുള്ള അമലുകൾ അത് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി കൊണ്ടും ഉണ്ടാവണം. നോമ്പ് അത് നമുക്ക് നരകത്തിൽ നിന്നുള്ള പരിചയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അള്ളാഹിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് ചൊല്ലിയ ഒരാൾക്ക് നരകം നിഷിദ്ധമാണ്. 3 കണ്ണുകൾ നരകം സ്പർശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്ന് അള്ളാഹിന്റെ മാർഗത്തിൽ കാവൽ നിൽക്കുന്ന കണ്ണാണ്, മറ്റൊന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുണ്ട് കരയുന്ന കണ്ണാണ്, മറ്റൊന്ന് ഹറാമുകളിൽ നിന്ന് ദൃഷ്ടിയെ പിൻവലിച്ച ആ കണ്ണുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അള്ളാഹ് നൽകിയതിൽ നിന്ന് وأنفقوا مما رزقناكم من تصدق بعدل تمرة. ഒരു ഈത്തപ്പഴത്തിന്റെ അത്രയാണ് നിങ്ങൾ മിൻ കസ്ബിൻ തയ്യിബ്, ഹലാലായി ഉണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഒരു 10 രൂപയാണ് നിങ്ങൾ സ്വതക്ക നൽകുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യതഖബ്ബലുഹാ ബിയമീനി. അല്ലാഹ് തന്റെ വലത് കരം കൊണ്ട് അതിനെ സ്വീകരിക്കുന്നതാണ്. അല്ലാഹ് നല്ലതല്ലാതെ സ്വീകരിക്കില്ല, ഹലാലായതേ സ്വീകരിക്കൂ. എന്നിട്ട് ഫയുറബ്ബിഹാ ലിസാഹിബിഹി, അത് കൊടുത്ത ആൾക്ക് വേണ്ടി അല്ലാഹു അത് വളർത്തിക്കൊണ്ടുവരും. കമാ
യുറബ്ബി അഹദുക്കും ഫുലുവഹു, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ ഹത്താ തകൂന മിസ്ലൽ ജബൽ, നാളെ ആഖിറത്തിൽ ഒരു പർവ്വതം, ഒരു മൗണ്ടൈൻ കണക്കെ നിങ്ങൾക്കത് തിരിച്ചു തരും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ഈ റമദാനിലെ അവസാനത്തെ 10 ഒരു 10 രൂപ ഇഖ്ലാസോട് കൂടി കൊടുത്താൽ 1000 വർഷം, 1000 മാസം, ഒരായുസ് മുഴുവനും നിങ്ങൾ കൊടുത്ത പ്രതിഫലമാണ്. നോക്കൂ, നിങ്ങൾ 1 രൂപയാണോ ഇഖ്ലാസോട് കൂടി കൊടുക്കുന്നത് എങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം മാറ്റിവെക്കുക. സ്വതക്കകളും ദാനധർമ്മങ്ങളും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നല്ലോ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്, ജനങ്ങളിലേറെ ഉദാരനായിരുന്നു. ചോദിച്ചു വരുന്ന ഒരാളെയും മുടക്കാറില്ല. എന്നാൽ ചോദിച്ചു പോകുന്നത് അത് ശരിയല്ല. മുസ്ലിം ഉമ്മത്തിനെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പല ആളുകളും അങ്ങനെയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളാവട്ടെ, ഇതെന്താ റമദാനൊക്കെ അല്ലേ, ഇങ്ങനെന്താ പൈസ തരുന്നില്ല, ആളുകളോട് ചോദിക്കുക, ബെഗാക്കുക എന്നത് നാളെ ആഖിറത്തിൽ മുഖത്ത് ഇറച്ചിയില്ലാത്തവരായി അവർ ഒരുമിച്ച് കൂടുമെന്നാണ്. ചോദിച്ച് നടക്കുക എന്നത് ശരിയല്ല. അതെ, പല ആൾക്കാരുണ്ട് 27 അങ്ങനെ ചോദിച്ച് നടക്കുന്നത്, റമദാന്റെ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ കൊടുക്കേണ്ടവരാണ്, വാങ്ങേണ്ടവരല്ല. എല്ലാവരും കൊടുക്കേണ്ടതിനനുസരിച്ച് കൊടുക്കുക. 1 രൂപയാണ് 10 രൂപയാണ് നമ്മുടെ അടുത്ത് ഉള്ളത് എങ്കിലും അത് ഇഖ്ലാസോട് കൂടി കൊടുത്താൽ നാളെ ആഖിറത്തിൽ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഡബിൾ ആയിക്കൊണ്ട് നമ്മൾ തിരിച്ചു തരും. വല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദ മിന റീഹിൽ മുർസല, അവസാനത്തെ 10 അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ജിബ്രീൽ 2 പ്രാവശ്യം റമദാനിന്റെ നബിയെ വഫാത്താകുന്ന ആ ഒരു വർഷത്തിൽ പാഠം നോക്കാൻ വന്നു. ആ സമയത്തൊക്കെ അങ്ങേയറ്റത്തെ ഉദാഹരണമായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുക. അള്ളാഹുവിൻ്റെ മസ്ജിദിൻ്റെ മാർഗത്തിലും ഒക്കെ അതിൻ്റെ സഹകരണത്തിനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കടങ്ങളുണ്ട്. സഹോദരങ്ങളെ, നിങ്ങളുടെ ശ്രദ്ധയിൽ അതുണ്ടാവണം. നിങ്ങളും നിങ്ങളെ കൊണ്ട് പരിചയമുള്ള ആളുകൾക്കൊക്കെ അത് സദഖ ബാക്കിയായി നിലനിൽക്കുന്ന ഒരു സദഖയാണ്. നിങ്ങൾ കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്നത്. അതോടൊപ്പം തന്നെ അയൽവാസികളിലും കുടുംബങ്ങളിലും ബന്ധുക്കളിലുമൊക്കെ പാവപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി നമ്മൾ പരിഗണിക്കുക. നമ്മുടെ മക്കൾക്കൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ കുടുംബത്തിൽ ആരെങ്കിലും പാവപ്പെട്ടവരുണ്ടോ, വിഷമിക്കുന്നവരുണ്ടോ, അവരെയും കൂടി പരിഗണിക്കുക. അതൊക്കെ നാളെ നമുക്കുണ്ടാവൂ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പ്രയാസപ്പെടുന്ന, വേദനിക്കുന്നവരുടെ അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കാനും നമ്മൾ ഈ സമയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമദാനിൽ ഇനിയുള്ള നാളുകൾ അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെലവഴിക്കാൻ അള്ളാഹു നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തിന്മകൾ അള്ളാഹു നമുക്ക് മാഫാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നാളെ പരലോകത്തൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും നരകത്തിലേക്ക് ഒരു വിഭാഗത്തെ പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. 1000 മാസങ്ങളുടെ നന്മ നേടിയെടുക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി വിഷമിക്കുന്ന ആളുകളുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അള്ളാഹു അവർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന, വിശിഷ്യ ഫലസ്തീനിലും മറ്റുമൊക്കെയായി പീഡനങ്ങളിൽ വീട് നഷ്ടപ്പെട്ട് കുടുംബത്തെ നഷ്ടപ്പെട്ട് യാതനകൾ അനുഭവിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളും പൈതങ്ങളും അശരണരായ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അഭയം നൽകുമാറാവട്ടെ. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാവട്ടെ. അവരെയും നമ്മയും എല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമാ. റബ്ബനാ തവഫനാ മുസ്ലിമീൻ والحقنا بالصالحين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه. اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احسن عاقبتنا في الأمور كلها. اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. ربنا اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا ميتا إلا رحمته ولا مريضا إلا شفيته ولا بلاء إلا رفعته يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.